പാർട്ട് 20. നീലാംബരി. കോളേജിൽ നിന്നും വന്ന പാടെ തന്നെ നീലു അന്ന് കോളേജിൽ നടന്ന എല്ലാ കാര്യങ്ങളും ലക്ഷ്മിയോട് പങ്കുവെക്കുന്ന തിരക്കിലായിരുന്നു. ഒന്ന് ഫ്രഷ് ആവാൻ പോലും ഉള്ള സമയം കൊടുക്കാതെ അവൾ എല്ലാ കാര്യങ്ങളും ലക്ഷ്മിയോട് വള്ളിപ്പുള്ളി തെറ്റാതെ പറയുന്നതെല്ലാം ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ് രാധിക. തനിക്കുമുണ്ട് അമ്മ, പക്ഷേ നീലുവിനാണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടു. അവൾ ഭാഗ്യവതിയാണ്. അവളുടെ ഭർത്താവിൻ്റെ അമ്മയായിട്ട് പോലും സ്വന്തം അമ്മയെപ്പോലെ അവളുടെ എല്ലാ കുഞ്ഞു ആഗ്രഹങ്ങൾ വരെ, എന്നാൽ കൊച്ചു കുട്ടികളെ പോലെ വന്നിരുന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നതും അവർ ആസ്വദിക്കുന്നുണ്ട്. ഒരു ചെറു ചിരിയോടെ അവൾ പറയുന്നതെല്ലാം കേട്ട് ഇരിക്കുന്ന അവരോട് എന്തെന്നില്ലാത്ത അസൂയ തന്നെ അവൾക്ക് തോന്നി. കാരണം തനിക്കും അമ്മയുണ്ട്. ഇതുപോലൊന്നും ഉള്ള സ്വാതന്ത്ര്യമോ ഇതുപോലെ താൻ പറയുന്നതൊന്നും കേൾക്കാനോ അമ്മ ഇന്നോളം മെനക്കെട്ടിട്ടില്ല. എന്നാൽ നീലുവിൻ്റെ അങ്ങനെയല്ല. ഭർത്താവിൻ്റെ അമ്മയായിട്ട് പോലും അവളുടെ എല്ലാ കാര്യങ്ങളും കേൾക്കാനും സാവധാനം നൽകി അവൾക്ക് പറയാനുള്ളതും അവളുടെ കുറുമ്പുകളും എല്ലാം അവർ ആസ്വദിക്കുന്നുണ്ട്. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും അവളെ അവർ ഒന്ന് വിഷമിപ്പിക്കുക പോലും ചെയ്യുന്നില്ല. ഹരിയും നിച്ചുവും ഹരനും എല്ലാം അതുപോലെ തന്നെ. ഭാഗ്യം ചെയ്തവൾ തന്നെയാണ് നീലു. പിന്നെ തനിക്കിങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണവും അവൾ തന്നെയാണ്. ഈ സ്നേഹങ്ങളെല്ലാം നേരിട്ട് കാണാനും ഉള്ള ആഗ്രഹം. തൻ്റെ കണ്ണുകൾ അന്ധതയാൽ മൂടപ്പെട്ടിരുന്ന് ആ അന്ധതയിലേക്ക് വെളിച്ചം തൂകി വന്നവളാണ് എൻ്റെ നീലു. അതുമാത്രവുമല്ല, അവളോട് എന്തെന്നില്ലാത്ത ദേഷ്യവും വിരോധവും അവളെ കൊല്ലാൻ വരെ നോക്കിയിട്ടും ഇന്ന് ഈ നിമിഷം വരെ അവൾ ഒരു ചെറു വാക്കുകൊണ്ട് പോലും തന്നെ കുത്തി നോവിച്ചിട്ടില്ല. കൂടാതെ കോളേജിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് താൻ ആരാണെന്ന് കൂടി വെളിപ്പെടുത്തുന്നത് കേട്ടപ്പോൾ തൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. തൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ജോലിക്കാരിയുടെ മകൾ എന്ന സ്ഥാനമല്ല, സ്വന്തം ജ്യേഷ്ഠത്തി എന്ന സ്ഥാനം തന്നെ നൽകി എൻ്റെ ചേച്ചിയാ എന്ന് തന്നെ ചേർത്ത് പിടിച്ച് എല്ലാവരോടും അഭിമാനത്തോടെ പറയുന്നത് കേട്ടപ്പോൾ തനിക്ക് തന്നെ എന്തെന്നില്ലാത്ത ഒരു വെറുപ്പ് തന്നോട് തോന്നി. നീലുവിനോട് അങ്ങനെയെല്ലാം പ്രതികരിച്ചല്ല. അങ്ങനെ ഓരോ ചിന്തകളായി രാധിക കാട് കയറുന്ന ടൈമിലായിരുന്നു നിച്ചുവിൻ്റെയും ഹരിയുടെയും അകത്തേക്ക് വരവ്. അവരെ രണ്ടുപേരെയും കണ്ടതും രാധിക അകത്തേക്ക് പോയി അവർക്കുള്ള ചായ എടുക്കാനായി. കിച്ചണിലേക്ക് പോകുന്ന വഴിയും രാധിക തിരിഞ്ഞ് നീലുവിനെ നോക്കിയപ്പോൾ അവിടെ ഇപ്പോഴും കോളേജ് വിശേഷം ലക്ഷ്മിയോട് പറയുന്ന തിരക്കിലായിരുന്നു. അവൾ ഒന്നുകൂടി അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് കിച്ചൺ ഏരിയയിലേക്ക് നടന്നു. രാധിക പോയതും അവർ ഇരുവരും ലക്ഷ്മിയിലും നീലുവിലേക്കും ശ്രദ്ധ തിരിച്ചു. നീലു ഇന്ന് കോളേജിൽ നടന്ന എല്ലാ വിശേഷങ്ങളും പറയുകയായിരുന്നു. ഇതിവിടുത്തെ ഒരു പതിവ് കാഴ്ചയായതുകൊണ്ട് അവർ രണ്ടുപേർക്കും പ്രത്യേക ഭാവങ്ങളൊന്നും തോന്നില്ല. എന്നാൽ അവൾ പറയുന്നത് കൂടുതലും അരുണിനെക്കുറിച്ചായിരുന്നു. പുതിയ ലെക്ചറർ, അയാളുടെ സ്വഭാവം, അയാളുടെ പഠിപ്പീര് രീതി, സ്റ്റൈല്, ഓരോ കാര്യങ്ങളും ചെറിയ മൈന്യൂട്ടുള്ള കാര്യങ്ങൾ വരെ ഡീറ്റെയിൽ ആയിട്ട് വ്യക്തമാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം പറഞ്ഞു. അവസാനം പറഞ്ഞത് കേട്ടതും അവർ പുറത്തേക്ക് നോക്കി. ഹരൻ കയറി വരുന്നത് കണ്ടതും ഇന്ന് എന്തായാലും വല്ലതുമൊക്കെ ഇവിടെ നടക്കും. നീലുവിനോട് മര്യാദയ്ക്ക് നിർത്തിക്കോളാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ഇന്ന് ഹരൻ്റെ കയ്യിൽ നിന്ന് അവൾക്ക് കിട്ടുമെന്നുള്ളത് യാതൊരു സംശയമില്ല, കിട്ടും. ഹരൻ അകത്തേക്ക് കയറി വന്നതും അവൻ കേൾക്കുന്നത് അരുണിനെക്കുറിച്ച് വാതോരാതെ പറയുന്ന നീലുവിനെയാണ്. കുറേ നേരം അവൻ വാതിലിൽ തന്നെ നിന്നു. അപ്പോഴാണ് നീലു കാണുന്നത് ഹരിയെയും നിച്ചുവിനെയും. പതുക്കെ അവരുടെ അടുത്തേക്ക് ചെന്ന് പിന്നീട് അവരോടായി കത്തിവെപ്പ്. ഇന്ന് വന്ന അരുണിനെക്കുറിച്ച് തന്നെയായിരുന്നു അവരോടും സംസാരിച്ചത്. അരുൺ പഠിപ്പിക്കുന്ന രീതികളും സ്റ്റൈലും എല്ലാം പറഞ്ഞു. കൂട്ടത്തിൽ പെൺകുട്ടികൾക്കെല്ലാം അയാളെ വല്ലാതെ ഇഷ്ടപ്പെട്ടുവെന്നും അയാളുടെ സൗന്ദര്യത്തിൽ മയങ്ങി ഇന്ന് ഒരെണ്ണത്തിനും വേറെ ഒരു സബ്ജക്റ്റ് പഠിക്കണമെന്ന് പോലുമില്ലായിരുന്നു. എല്ലാവരും ഇന്നത്തെ ദിവസത്തെ എല്ലാ പീരീഡിലും അരുണിനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുക. കുറേ എണ്ണത്തിനൊക്കെ അരുൺ സാറിനോടും അങ്ങ് അസ്ഥിക്ക് പിടിച്ച പ്രണയം. കൂട്ടത്തിലോ ഞങ്ങളുടെ ക്ലാസ്സിലോ സാറിന് വേണ്ടി ഒരു ഫാൻസ് തന്നെ ആയിട്ടുണ്ട്. പെൺപിള്ളേരെല്ലാവരും പറഞ്ഞ് ഞാനും അയാളെ ഒന്ന് നോക്കി. പക്ഷെ പറയുന്നതിൽ ഒരു അല്പസ്വല്പ കാര്യങ്ങളും കാണാനൊക്കെ നല്ല മൊഞ്ചം തന്നെ. നീലു അവരോടായി പറയും. എന്നിട്ട് നിനക്ക് അവനോട് ഇഷ്ടമല്ലെന്ന് തോന്നിയോടി? തൻ്റെ പിന്നിൽ നിന്നുമുള്ള സൗണ്ട് കേട്ടപ്പോഴാണ് നീലു ബോധത്തിലേക്ക് വന്നത്. അയ്യോ, ഇങ്ങനെ ഒരാളും ഉണ്ടല്ലോ. ഇവർ രണ്ടും വന്നപ്പോൾ എന്തുകൊണ്ട് താൻ ആലോചിച്ചില്ല
ഇങ്ങനെ ഒരാൾ പിറകെ കാണുമെന്ന്. അവൾ സ്വയം തലയ്ക്കടിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കിയതും ദേഷ്യത്തിൽ നിൽക്കുന്ന ഹരനെ കണ്ട്, എപ്പം വന്ന്? ഞാൻ വന്നിട്ട് കൊല്ലം കുറയായി. എന്താ? അവൻ ദേഷ്യത്തിൽ തന്നെ മറുപടി കൊടുത്തു. നീ ഇവിടെ ആരാട്ടെക്കുറിച്ച് അങ്ങ് വാതോരാതെ സംസാരിക്കുന്നത് കേട്ടല്ലോ. അത് ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞത്, അവൾ വിക്കി പറഞ്ഞു. പിന്നെ ആരാണ്? അരുൺ വന്ന് ക്ലാസ് എടുത്തപ്പം പെൺപിള്ളേരെല്ലാവരും അയാളെ നോക്കിയിരുന്നു. പെൺപിള്ളേർ നോക്കിയിരുന്ന കാര്യം മാത്രമല്ലല്ലോ നീ പറഞ്ഞ. ലാസ്റ്റ് നീയും അയാളുടെ സൗന്ദര്യത്തിലങ്ങ് വീണുപോയെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അയ്യോ, അത് ഞാൻ ചുമ്മാതെ തട്ടിവിട്ടത് എൻ്റെ കയ്യിൽ നിന്ന്. എന്നാലും നിനക്കൊരു പൊടി പോലും അയാളോട് ഇഷ്ടം പൊടി പോലും തോന്നിയില്ലയോ എന്ന് ചോദിച്ചാൽ, ഞാനും ഒരു പെണ്ണല്ലേ, എനിക്കും തോന്നത്തില്ലേ വിചാരങ്ങൾ. എത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും മുകളിലേക്കൊരൊറ്റ ഓട്ടം ഓടി. അത് കണ്ടു നിന്ന് എല്ലാവരും കൂട്ടമായി ചിരിക്കാൻ പോയി. ഹരൻ്റെ മുഖത്ത് ഒരു ചെറു ചിരി ഉണ്ടെങ്കിലും അവൾ അവസാനം പറഞ്ഞതിൽ അവൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവൻ പതിയെ രാധികയുടെ കയ്യിൽ നിന്നും ചായ എടുത്ത് കുടിച്ചിട്ട് പതിയെ മുകളിലേക്ക് കയറി. തൻ്റെ റൂമിൽ ചെന്നപ്പോഴും അവൾ ബെഡിൽ അങ്ങനെ ഇരിക്കുക. എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടും അയാൾ എന്ത് ഇങ്ങനെ? ഞാൻ എന്തെങ്കിലും പറയുമ്പം അതിനകത്ത് തന്നെ കയറി അങ്ങ് പിടിക്കും. ദുഷ്ടൻ. എന്നോട് അല്പം പോലും സ്നേഹമില്ല. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ഇതുപോലെ ദേഷിക്കുമോ? അല്ലെങ്കിൽ സമാധാനത്തെ വന്ന് കാര്യങ്ങളല്ലേ ചോദിക്കുന്നത്? പിന്നെ അങ്ങേരെ തെറ്റ് പറയാൻ പറ്റില്ല. അങ്ങേരുടെ മുമ്പിൽ വെച്ച് ഞാൻ വേറൊരുത്തനെ കുറിച്ച് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെടുമോ? ആ കുട്ടിപ്പിശാചി അന്ന് അങ്ങേരുടെ തോളേക്കടെ കൈയിട്ട് നിന്നപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം പിന്നെ അതേ അവസ്ഥയായിരിക്കത്തില്ല ഞാൻ മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ആലോചിച്ചില്ല? അവൾ സ്വയം ഓരോന്ന് പിറുപിറുത്ത് തലയ്ക്കടിയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഹരൻ അകത്തേക്ക് കയറിയത്. ഹരൻ വരുമ്പോൾ സ്വന്തമായി എന്തൊക്കെ പിറുപിറുത്ത് തലയിൽ അടിച്ചുകൊണ്ട് ചിരിക്കുകയും പറയുകയും ചെയ്തിരിക്കുന്ന നീരുവിനെ കണ്ട് അവൻ വട്ടായോ എന്ന രീതിയിൽ കതകും ക്ലോസ് ചെയ്ത് അവൻ്റെ അടുത്തേക്ക് വന്ന് അവിടെ ഇരുന്നു. താൻ വന്ന് അടുത്തിരുന്നിട്ടും അവൾ ഇതുവരെ അവളുടെ സംസാരമോ അവളുടെ സ്വപ്നലോകത്തു നിന്നോ തിരിച്ചോ എത്തിയിട്ടില്ല. അവൻ പതിയെ അവളെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്നിരുന്ന് തന്നെ ഇടത് കൈയെടുത്ത് അവളുടെ ഇടുപ്പിലേക്ക് ചേർത്ത് വെച്ച് അവളെ കുറച്ചുകൂടി തന്നോട് ചേർത്തിരുത്തി. അപ്പോഴാണ് കുട്ടിക്ക് സ്വബോധം വന്ന് തന്നെ ആരോ ചേർത്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവൾ പെട്ടെന്ന് തന്നെ ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ പിന്നിലിരിക്കുന്ന ഹരനെ കണ്ടതും അവൾ ഉമിനീരിറക്കി എന്തെന്നർത്ഥത്തിൽ അവനോട് കണ്ണുകൾ കൊണ്ട് ചോദിച്ചു, എന്താണിവിടെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്? വട്ടായോ? എനിക്ക് വട്ടമൊന്നുമില്ല. ഒന്ന് കൈയെടുത്ത് ഞാൻ പോയി ഫ്രഷ് ആവട്ടെ. നീ താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട് കുറേ നേരമായി. ഇതുവരെ നിനക്ക് ഫ്രഷ് ആവാൻ സമയം കിട്ടിയില്ല എങ്കിൽ കുറച്ച് നേരം ഇവിടെ ഇരി. എനിക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. എന്തെന്നർത്ഥത്തിൽ അവൾ അവന് നേരെ തിരിഞ്ഞു. നീ താഴെ നിന്നും എല്ലാവരുടെ മുന്നിൽ വെച്ച് ഏതാണ്ടൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞൊരു മുകളിലോട്ട് ഓടിയല്ലോ. എന്ത്? ഞാനൊന്നും വിളിച്ചു പറഞ്ഞില്ല. നിനക്ക് വികാരം ഉണ്ടെന്നോ വിചാരമുണ്ടെന്നോ നീ ഒരു പെൺകുട്ടിയാണെന്നോ ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞ്. എന്നെ കാണുമ്പോൾ നിനക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ലേ? എനിക്ക് മാത്രം തോന്നിയിട്ടായില്ലല്ലോ, നിങ്ങൾക്കും കൂടെ തോന്നണ്ടേ? അവൾ ആരോടൊന്നില്ലാതെ പിറുപിടുത്തു. അത് അവൻ കേൾക്കുകയും ചെയ്തു. എന്താ നീ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലേ, ഞാൻ കേട്ടു. ഓ, അപ്പോൾ നിനക്ക് വികാരവിചാരങ്ങൾ എന്നെ കാണുമ്പോൾ തോന്നാറുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ ഒരു ഫ്ലോയ്ക്ക് പറഞ്ഞതന്നേ ഉള്ളൂ. അവൾ അവിടെ കിടന്ന് തപ്പിത്തടയാൻ തുടങ്ങി. ഓ, അങ്ങനെയാണോ? എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ. അവൻ്റെ ഇടുപ്പിലെ കൈ ഒന്നുകൂടി മുറുകി തന്നോട് ചേർത്തിരുത്തി. അവൾ തൻ്റെ ശരീരത്തോട് ചേർന്നതും അവനിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അതുപോലെ തന്നെ അവളിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത് തിരിച്ചറിഞ്ഞതും അവൻ പതിയെ അവളുടെ കൈ അവളുടെ മുഖത്തേക്ക് ചേർത്ത് വെച്ച് അവൻ്റെ മുഖത്തോട് അടുപ്പിക്കാൻ തുടങ്ങിയതും വേണ്ട എന്നർത്ഥത്തിൽ അവൾ തലയാട്ടി. നിനക്ക് വികാരവിചാരങ്ങളില്ലേ? അപ്പോൾ ഞാനൊന്ന് കാണട്ടെ നിനക്ക് എന്ത് വികാരമായി എന്നോട് തോന്നുന്നേന്ന്. എനിക്ക് അങ്ങനെയുള്ള വികാരങ്ങളൊന്നും തോന്നുന്നില്ല, ഞാൻ ചുമ്മാ പറഞ്ഞില്ലേ?
എന്നാൽ എനിക്കിപ്പം വല്ലാത്ത വിചാരം നീ പറഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് നോക്കട്ടെ പ്ലീസ് എന്നും പറഞ്ഞ് അവളെ ബെഡിൽ നിന്നും എടുത്ത് തൻ്റെ മടിയിലേക്ക് ഇരുത്തി അവൻ അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. അവൾ തലയും കുനിച്ചിരിക്കുന്നത് കണ്ടതും അവളുടെ മുഖം കൈയാൽ കോരിയെടുത്ത് അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു. അവൾ കണ്ണിമ വെട്ടാതെ അവനെ തന്നെ നോക്കിയിരുന്നു. അവൻ്റെ നോട്ടം അവളുടെ മുഖമാകെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവസാനം തൻ്റെ ചെഞ്ചുണ്ടുകളിൽ തന്നെ നോട്ടം എത്തിയതും അവൾ മെല്ലെ അവിടെ നിന്നും എഴുന്നേക്കാൻ തുടങ്ങിയതും അവൻ്റെ 2 കൈകൊണ്ട് അവൻ അവളെ ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം പതിയെ, വളരെ പതിയെ അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ മുഖം അടുപ്പിച്ച് അവൻ്റെ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി. കുറേ നേരത്തെ ദീർഘമായ ചുംബനത്തിന് ശേഷം അവൾക്ക് ശ്വാസം മുട്ടുന്നു എന്ന് മനസ്സിലായതും അവൻ അവളെ തന്നിൽ നിന്നും ഒന്ന് അകറ്റി മാറ്റി. അപ്പോഴും നമ്മുടെ കൊച്ച് ഹരൻ്റെ കരവലയത്തിനുള്ളിൽ അവൻ്റെ മടിയിൽ തന്നെ ഇരിക്കുക. അവൾ പതിയെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവളുടെ മുഖമാകെ ചുമന്ന് തുടുത്തിരിക്കുന്നത് കണ്ടതും എൻ്റെ പൊന്ന് നീലു, നീ ഇങ്ങനെ ബ്ലഷ് അടിച്ച് എൻ്റെ ഉള്ള കൺട്രോളും കളയാതെ, ഒന്നാമതേ ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്താണ് നിൽക്കുന്നത്. ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ വയ്യാതെ വരുമ്പോഴാണ് നിന്നെ പിടിച്ച് ഇതുപോലെ ഉമ്മ വെക്കുന്നതും എന്നോട് ചേർത്ത് നിർത്തുന്നത്. അതുമാത്രമല്ല, നീ ഇങ്ങനെ ചേർന്നിരിക്കുക കൂടി ചെയ്യുക, എൻ്റെ സകല കൺട്രോളും പോവും. അയ്യേ, ഇത്ര വൃത്തിയായിട്ടവനാ നീ? അപ്പോൾ ഞാൻ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ കുഞ്ഞിഷ്ണ ഞാൻ ഇയാടെ കൂടെ കിടക്കുന്നത്? പൊടി, നിൻ്റെ അനുവാദമില്ലാതെ നിന്നെ ഞാൻ തൊടുക പോലും ചെയ്യില്ല. വൃത്തിയോട് പറയുന്നോ? പിന്നെ നിങ്ങൾ പറഞ്ഞേ ഞാൻ അടുത്ത്, നീ ഒന്ന് എതിർക്ക പോലും ചെയ്യാതെ നീ എൻ്റെ മടി കയറിയിരുന്നപ്പോഴോ? അവൾ അപ്പോഴാണ് ഓർക്കുന്നത് താൻ ഇപ്പോഴും ഒരു എതിർപ്പുമില്ലാതെ അവൻ്റെ മടിയിൽ പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ ഒരുങ്ങിയതും. എന്തായാലും നീ ഇരുന്ന്, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകൾ ലക്ഷ്യം വെച്ചതും അവൾ പെട്ടെന്ന് ചുണ്ടുകൾ അകത്തേക്കാക്കി മുഖം തിരിച്ചതും ഹരൻ്റെ ചുണ്ടുകൾ നേരെ അവളുടെ കാതിന് തൊട്ട് താഴെ വന്ന് പതിച്ചതും അവൾ ഒന്ന് പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. ഇന്നോളം അവളിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. അവന് തൻ്റെ കൺട്രോൾ തന്നിൽ നിന്നും നഷ്ടപ്പെടുന്നതായി അവന് തോന്നി. അവളെ കുറച്ചുകൂടി തന്നോട് ചേർത്ത് നിർത്തി അവളുടെ കഴുത്താകെ ചുംബനം കൊണ്ട് മൂടി. പതിയെ പതിയെ അവൻ്റെ കൈകൾ അവളുടെ ശരീരമാകെ അലയാൻ തുടങ്ങിയതും എവിടുന്നോ കിട്ടിയ ബോധം പോലെ അവനെ തെള്ളിമാറ്റി. പെട്ടെന്ന് അവൾ വാഷ്റൂമിലേക്ക് കയറി ഡോർ ക്ലോസ് ചെയ്തു. അപ്പോഴും താൻ എന്താണ് ചെയ്തതെന്നൊരു വ്യക്തത കിട്ടാതെ ഇരിക്കുകയായിരുന്നു ഹരൻ. ഓഹ്, പെണ്ണെൻ്റെ കൈ നിന്നിപ്പോൾ തള്ളി മാറ്റിയിരുന്ന് കൈ വിട്ടു പോയേനെ. അവൻ അവിടെ ഇരുന്ന് പിറുപിറുത്തു. എന്തായാലും നന്നായി അവൾ ഇവിടെ നിന്ന് ഇപ്പോൾ എഴുന്നേറ്റ്, ഇല്ലെങ്കിൽ ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടന്നേനെ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ്. കുറേ നേരമായിട്ടും വാഷ്റൂമിൽ നിന്നും പുറത്തിറങ്ങാത്ത നീലുവിനെ കണ്ടതും ഹരൻ പതിയെ ചെന്ന് വാഷ്റൂമിൻ്റെ ഡോർ നോക്കേ. നീ ഇന്നത്തെ ദിവസം മുഴുവൻ അവിടെ ഇരിക്കാനാണോ ഭാവം? എന്തായാലും നീ തെറ്റായി എടുക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ ഭർത്താവല്ലേ ഞാൻ. നിന്നെ ഒന്ന് തൊട്ടെന്നോ ഒന്ന് ഉമ്മ വെച്ചെന്നോ വിചാരിച്ച് വേറെ നാണക്കേടിൻ്റെ ആവശ്യമില്ല. നീ ഇതുവരെ ഇറങ്ങാത്തത് എന്നെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടാണെന്ന് എനിക്കറിയാം. എന്തായാലും മോൾ ഇങ്ങോട്ട് ഇറങ്ങി, എനിക്കൊന്ന് ഫ്രഷ് ആവണം. അതുകൂടാതെ എനിക്ക് പുറത്തേക്കൊന്ന് പോകേണ്ട ആവശ്യം കൂടിയുണ്ട്. അത്രയും പറഞ്ഞത് കേട്ടതും പതിയെ വാഷ്റൂമിൻ്റെ ഡോർ തുറന്ന് തലയും കുനിച്ച് ഇറങ്ങി വരുന്നവളെ കണ്ടപ്പോൾ ഹരന് ചിരി വന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ഷോൾഡറിലേക്ക് തൻ്റെ കൈയെടുത്ത് വെച്ച് അവളെ ഒന്ന് വിളിച്ച്, അപ്പോഴും തലയും കുനിച്ച് നിൽക്കുന്നവളുടെ താടിത്തുമ്പിൽ ഒന്ന് പിടിച്ച് മുഖമുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നീ എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ എല്ലാമല്ലേ? പിന്നെ ഞാൻ ഇതൊക്കെ ആരോട് കാട്ടാനാ? എൻ്റെ കുറുമ്പും കുസൃതിയും എല്ലാം സഹിക്കാൻ തീരുമാനിച്ചല്ലേ നീ എൻ്റെ താലി സ്വീകരിച്ചത്. പിന്നെന്താ, ഞാനൊരു ഉമ്മ തന്നാലോ അല്ലെങ്കിൽ നിൻ്റെ ശരീരത്തൊന്ന് തൊട്ടാലോ നിനക്ക് ഇത്രത്തോളം നാണം വരാൻ? പോന്നേ. അവൾ തൻ്റെ നാണത്തോടെയുള്ള പറച്ചിൽ കേട്ടത്. ആഹാ, എൻ്റെ നീലുവിന് നാണമൊക്കെ ഉണ്ടോ? പോ ഹരിയേട്ടാ, എനിക്ക് അങ്ങനെയല്ല. പിന്നെ
ഏട്ടൻ ഇന്നോളം ഇതുപോലൊന്നും എന്നോട് പെരുമാറിയിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്തോ ഒരു വല്ലായ്മ. അതിനി അങ്ങ് മാറിക്കോളും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലൊക്കെ തരാം കേട്ടോ. അവൻ അവളുടെ കവിൾ ഒന്ന് തട്ടി അകത്തേക്ക് കയറിയതും തിരിഞ്ഞു വന്ന് അവളുടെ കവിളോട് ചേർത്ത് ഒരു ഉമ്മ കൂടി കൊടുത്ത് അവൻ വാഷ്റൂമിലേക്ക് കയറി ഫ്രഷാകാൻ.